ഹലോ കിസാൻ്റെ ഹൗസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ പട്ടായയിലുള്ള വാട്ട് നോൺ ഹേ എന്നുള്ളൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ അവിടുത്തെ കാഴ്ചകളാണ്. ഈ വാട്ട് നോൺ ഹേയിൽ അവിടെ എത്താനുള്ള ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് വഴി നമുക്ക് ഇവിടെ വരാവുന്നതാണ്. ഇതിൻ്റെ തൊട്ട് സൈഡ് നമുക്ക് ഇഷ്ടംപോലെ ബൈക്കും കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. നമുക്ക് ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാം. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്ത് നമ്മൾ ചെരുപ്പുകളും ഷൂസൊക്കെ നമ്മൾ വെളിയിൽ ഊരി വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് നമ്മൾ ഹിന്ദു ടച്ചുള്ള കുറേ രീതികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഈ രാമൻ്റെയും അതിൻ്റെയൊക്കെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ പ്രാർത്ഥിച്ച് നമുക്ക് ഇതേപോലെ മെഴുകുതിരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തിച്ച് ഓരോന്നിനും ഓരോ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബുദ്ധിസ്റ്റിൻ്റെ ആ ഒരു സ്റ്റാച്യൂസും അങ്ങനത്തെ സോവനീഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു പ്രേയർ ഹോളുണ്ട്. ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നല്ലൊരു പീസ്ഫുൾ ആംബിയൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് മാത്രമല്ല കുറേ പേർക്ക് ഇരിക്കാൻ പറ്റിയ നല്ലൊരു ഹോളും കൂടെയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ അതിൻ്റെ അടുത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ പട്ടായയിൽ വരികയാണെങ്കിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുക ഈ പട്ടായയിലുള്ള ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. കാരണം ഇവിടെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നും അധികം ഇല്ല. അപ്പോൾ നമുക്കിവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനും നല്ല ഒരു കിടിലം വൈബ് നമുക്കിവിടെ നിന്ന് കിട്ടും. ഈ പട്ടായയിലുള്ള ഈ വാട്ട് നോൺ ഹേ എന്ന് പറഞ്ഞ ഈ ഒരു ടെമ്പിൾ 1903 മുതൽ ഇവിടെ ഉള്ളതായിട്ടാണ് ഓരോ രേഖകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വരുമ്പോൾ ഇതേപോലെ നമുക്ക് കാണിക്കും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കിടില ലുക്കാണ്. നമ്മൾ ഓരോ ദേവത കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിവിടെ ഒരു ലാഫിംഗ് ബുദ്ധയെ കാണാം. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ വേറെയും കുറേ ബുദ്ധന്മാരുടെ ആ ഒരു സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കാണിക്കിടുന്ന സംഭവമുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം കുറേ ആൾക്കാർ അവിടെ നിന്ന് തന്നെ കോയിൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഇവിടെ അടുത്ത് ഒരു ബുദ്ധൻ്റെ അടുത്തൊരു ലേഡി കുടം വെച്ച് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് നടക്കുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ദൂരെ ഒരു ബുദ്ധൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു വൈറ്റ് കളറുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിനെ പറയുന്നത് പ്യൂരിറ്റി ഓഫ് ഹെവൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഈ സ്വർഗത്തിൽ പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ചയുടെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെയാണ്. നമുക്ക് ഇതിനകം ഫുള്ളും ഗ്ലാസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ തന്നെ അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്കൊരു കിടില ഒരു വൈബ് കിട്ടുന്ന വിധത്തിലാണ്, നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന വിധത്തിലാണ് ഇതിനകം ഉള്ളത്. നമുക്കിതിനകത്ത് കയറുമ്പോഴത്തേക്കും നല്ലൊരു കൂൾ ഫീലാണ്. വെളിയിൽ നല്ല ഇത്തിരി ചൂടാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നല്ലൊരു കൂൾ ഫീലും ചുറ്റും നല്ല കണ്ണാടിയും കാര്യങ്ങളും ഫ്രണ്ടിൽ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യൂവും കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ പട്ടായയിലുള്ള വാട്ട് നോൺ ഹേയിൽ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ഇവിടെ കൊണ്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.